ഹൈ ഗേസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഡേറ്റ് ഏപ്രിൽ 1, സമയം ഏകദേശം 9:20 ആയിട്ടുണ്ട്. ഇന്ന് ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് ഒരു സ്ട്രെങ്ത് അവിടെ കാണിക്കുന്നുണ്ട്. മോർണിംഗിൽ ആദ്യത്തെ ഒരു ഇനീഷ്യൽ മൂവ്മെൻറ്റിൽ തന്നെ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്തി ഇപ്പോൾ ഒരു പുൾ ബാക്ക് എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുവാണ്. കോൾ ഓപ്ഷനിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു അപ്സൈഡ് മൂവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ട്രേഡ് ഇവിടെ എടുക്കുവാണ്. ഞാനിവിടെ കൊട്ടാക് സെക്യൂരിറ്റീസിൻ്റെ ബ്രോക്കറിലാണ് എടുക്കുന്നത്. ജസ്റ്റ് ഓപ്ഷൻ ചെയിൻ യൂസ് ചെയ്തു. ഇൻ ദ മണി, ഞാൻ നോർമലി ഇൻ ദ മണിയാണ് ചൂസ് ചെയ്യുന്നത്. ഇൻ ദ മണിയിൽ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് 1 ലോട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ട്രേഡ് എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. പൊസിഷനിൽ കാണിക്കുന്നില്ല, എന്തോ ഒരു എറർ ഉണ്ടെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യാം. ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഓർഡർ ഹിസ്റ്ററിയിൽ കാണാൻ വേണ്ടി പറ്റും. ബട്ട് പൊസിഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സോ എനിവേ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെയിം ട്രേഡ് തന്നെ ഞാൻ വേറൊരു അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് വലിയ ക്വാണ്ടിറ്റിയാണ്. അതിപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. എഡ്യൂക്കേഷൻ പർപ്പസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ ട്രേഡ് മാനേജ്മെൻ്റ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരിക്കലും ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല. ഓക്കെ, ഇത് കണ്ടിട്ട് ആരും ട്രേഡ് ചെയ്യാതിരിക്കുക. സ്റ്റിൽ ആ ഒരു പൊസിഷനിൽ ആ ഒരു ഓർഡർ കാണിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് സെക്കൻഡ്, ജസ്റ്റ് ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ആ ഒരു ട്രേഡ് എടുത്തിട്ട് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ പൊസിഷനിൽ കാണിച്ചിട്ടുണ്ട്. സെയിം എൻട്രി പ്രൈസ് തന്നെ 920 എക്സിക്യൂട്ട് ആയിട്ടുള്ളത്. അപ്പം ഓൾറെഡി എക്സിക്യൂട്ട് ആയത് മൊബൈൽ ആപ്ലിക്കേഷനിൽ കാണിച്ചിരുന്നു. ഈ ഒരു വെബിലാണ് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. പൊസിഷനിൽ ട്രേഡ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിവേ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ട്രേഡ് എടുത്തത് ഫസ്റ്റ് ഇനീഷ്യൽ ഒരു സ്ട്രെങ്ത് കാണിച്ചതിന് ശേഷം ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് പിന്നീട് വന്ന ഫസ്റ്റ് പുൾ ബാക്കിലാണ് ഞാൻ എൻട്രി എടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അത് എടുക്കാനുള്ള, അല്ലെങ്കിൽ ആ ഒരു ബുള്ളിഷ് ട്രേഡ് എടുക്കാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഐ മീൻ ലാസ്റ്റ് വീക്കൊക്കെ നോക്കുവാണെങ്കിൽ ഹൈലി ബുള്ളിഷ് ആയിരുന്നു മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡയറക്ഷനിൽ ഒരു ട്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് അറ്റ് ദ സെയിം ടൈമിൽ നമ്മൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആ മാർക്കറ്റ് എപ്പോഴൊക്കെ പുൾ ബാക്ക് തരുന്നുണ്ടോ, താഴോട്ട് വരുന്നുണ്ടോ, ഒരു ഇനീഷ്യൽ അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഫാക്ടറാണ്, അതായത് ട്രേഡ് എടുക്കാനുള്ള ഒരു ഫാക്ടർ. ഓക്കെ, രണ്ടാമത് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാണും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് ഇനീഷ്യലി വളരെ സ്ട്രെങ്ത്തോട് കൂടി റിക്കവർ ചെയ്യുന്ന ആ ഒരു മൂവ്മെൻറ്റ്, അത് കഴിഞ്ഞ കുറച്ച് പഴയ ചാർട്ടിലൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് റിക്കവർ ചെയ്യുന്ന സമയത്ത് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തരാറുണ്ട് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, എസ്പെഷ്യലി ബാങ്ക് നിഫ്റ്റി. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ഇവിടെ റണ്ണിങ്ങിലാണ്. ആൻഡ് ഈ ഒരു ബ്രോക്കർ കൊടാക് നിയോ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ചെറിയൊരു ഇഷ്യൂ. വെബ് പ്ലാറ്റ്ഫോം, എനിക്ക് വെബ് അത്ര ഇഷ്ടമില്ല, മൊബൈൽ ആപ്ലിക്കേഷൻ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിനൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു ക്ലോസിംഗ് പ്രൈസ് ജസ്റ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ക്ലോസിംഗ് പ്രൈസ് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 100 പോയിൻറ്റ് പ്ലസ് പ്രോഫിറ്റ് മേ ബി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി വന്ന് ഒന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി ലോസ് ബുക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ പ്ലാന്. ഇനിയിപ്പം ഓൾറെഡി പ്ലാൻ ആയിട്ടുണ്ട്, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഫോർ ടാർഗറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഫോർ ലോസ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി അതല്ലാതെ ഇതിന് മാർക്കറ്റ് ഇനിയിപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ചിലപ്പോൾ മുകളിലോട്ടും പോകില്ല, താഴോട്ടും പോകില്ല, ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് തന്നെ കളിക്കും, അല്ലേ, ട്രേഡ് നടത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മുടെ പൊസിഷനെ നോക്കി, നമ്മുടെ ഇമോഷൻസ് നോക്കി, നമ്മളുടെ കോൺഫിഡൻറ്റ് നോക്കിയിട്ട് വേണം ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ എയർലി എക്സിറ്റോ അല്ലെങ്കിൽ എയർലി പ്രോഫിറ്റ് ബുക്കിങ്ങോ എയർലി ലോസ് ബുക്കിങ്ങിൻ്റെ ആവശ്യമില്ല. മാർക്കറ്റ് എന്താണോ നമ്മളോട് പറയുന്നത്, മാർക്കറ്റ് റൈറ്റ്, അത് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സിറ്റ് പ്ലാൻ ചെയ്യുക. അതാണ് ഞാൻ നോർമലി ചെയ്യുന്നത്. ആദ്യം ഒരു ഇനീഷ്യൽ പ്ലാൻ ഉണ്ടാവും, ഇതാണ് എൻ്റെ ടാർഗറ്റ്, ഇവിടെയാണ് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത്, ലോസ് ഇവിടെയാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്, ഇനീഷ്യൽ പ്ലാൻ ഉണ്ടാവും. അപ്പോൾ ചില സമയങ്ങളിൽ ഇനീഷ്യൽ പ്ലാൻ അനുസരിച്ചിട്ടായിരിക്കില്ല മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാർക്കറ്റിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണോ, കറൻറ്റ് മാർക്കറ്റ് എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കും. ചില സമയത്ത് റോങ് ഡിസിഷൻ എടുക്കാറുണ്ട്, ബട്ട് ഫൈൻ, ഞാനത് ആ ഒരു രീതിയിൽ മാത്രമേ എടുക്കാറുള്ളൂ. ഓക്കെ, ചില സമയത്ത് നമ്മൾ ചിലപ്പം മാർക്കറ്റ് തീരെ മൂവ്മെൻറ്റ് ഇല്ലയെന്ന് പറഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് ചെറിയ പ്രോഫിറ്റിൽ ബുക്ക് ചെയ്ത് പോകും. നെക്സ്റ്റ് മൊമെൻറ്റ് തന്നെ വലിയൊരു മൂവ്മെൻറ്റുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. ഓക്കെ, ബട്ട് അതും ആ ഒരു സെൻസിൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഇതൊരു പാർട്ട് ഓഫ് ദി ബിസിനസ് ആണെന്നുള്ളതും
ബട്ട് ലോസ് എപ്പോഴും ഞാൻ കറക്റ്റായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇതാണ് എൻ്റെ മാക്സിമം ലോസ്. അപ്പോൾ ഈ ഒരു ട്രേഡ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 60 to 80 അല്ലെങ്കിൽ ഒരു 60 to 90 വരെ ഞാൻ ഓക്കെയാണ്. 60 പോയിൻ്റ് ആണ് പ്രീമിയത്തിൽ പറയുന്നത്. അതുവരെ എനിക്ക് ഓക്കെയാണ്. ഈവൻ 100 പോയിൻ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിലും എനിക്ക് ഓക്കെയാണ്. ആസ് പെർ എൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് അനുസരിച്ചിട്ട് അത്രയും ലോസ് വരുള്ളൂ. കാരണം ഞാനവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തും ആ ഒരു രീതിയിലുള്ള പ്രോഫിറ്റാണ് എപ്പോഴും ബുക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി എന്തായാലും ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുക. അത്യാവശ്യം ഒരു പ്രോഫിറ്റൊക്കെ ബാങ്ക് നിഫ്റ്റി തരുന്നുണ്ട്. സോ ഞാൻ ആ ഒരു ലെവലാണ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ആ ഒരു മാർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് ആ ഒരു ബ്രേക്ക് ഔട്ട് നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് മാത്രമേ പ്രോഫിറ്റ് ബുക്കിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഓക്കെ, സോ അപ്പം ഫൈനലി ഒരു ബ്രേക്ക് ഔട്ട് അവിടെ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിംഗ് പ്രൈസ്. സോ ഞാനിവിടെ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ പറ്റിയുള്ള പ്ലാനാണ് ആൻഡ് ഓൾമോസ്റ്റ് എൻ്റെ ഒരു ടാർഗറ്റ് ഇവിടെ റീച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം 2025-26 ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ട്രേഡാണ്. അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ വളരെ സന്തോഷം. ആൻഡ് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ ഞാൻ അധികം ഗ്രീഡി ആകുന്നില്ല. സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഉണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. സോ ഞാനിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണ്. ഞാൻ ഇതേ സെയിം ട്രേഡ് എൻ്റെ മെയിൻ ബ്രോക്കറിൽ എടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെയും ഞാൻ എക്സിറ്റ് ചെയ്യുവാണ്. കൊഡാക് സെക്യൂരിറ്റീസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെബിൽ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, കുറച്ച് ഡിലേ ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ. എപ്പോഴും അറിയില്ല, ചില സമയങ്ങളിൽ. ബട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വളരെ ഫാസ്റ്റാണ്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം ഒരു കറക്കം അവിടെ കണ്ടില്ലേ? ആ ഒരു കറക്കത്തിൽ തന്നെ ചിലപ്പം പോയിന്റുകൾ കുറയാം, ചിലപ്പം പോയിന്റുകൾ കൂടാം, രണ്ടും സംഭവിക്കാം. ഇവിടെ എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ പൊസിഷനിൽ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുവാണ്. യെസ്, നിയർലി ഒരു 3500, ഏകദേശം ഒരു 130 പോയിൻറ്റിൻ്റെ അടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഇന്നത്തെ ട്രേഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താണോ ട്രേഡ് പ്ലാൻ ചെയ്തത് അത് തന്നെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് അതുപോലെ ഞാൻ ട്രേഡ് മാനേജ് ചെയ്തിട്ടുണ്ട്. സോ ഇനി വേറൊരു ട്രേഡില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ ബൈ, താങ്ക് യു.